മാതാവിന് സ്വർണ്ണക്കൊന്ത സമർപ്പിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. തൃശ്ശൂരിലെ എല്ലാ വ്യവസ്ഥ ഞാനല്ല ചെയ്യേണ്ടത്. എല്ലാവരും ഒരു അച്ചടക്കം ചേട്ടാ ബാക്ക് ചേട്ടാ. തള്ളല്ലേ പരിശുദ്ധാമ്മയുടെ ഈ രൂപത്തിൽ സുരേഷ് ഗോപി തള്ളല്ലേ ഇവിടെ തള്ളിച്ച് സാധനം മറിഞ്ഞു വീഴും. അതാ പറഞ്ഞേ തള്ളരുന്ന് ഞാൻ വെറുതെ ആവശ്യമുണ്ട് കോൺട്രിബ്യൂട്ട് നിൽക്കാനായിട്ട് അത് നീക്ക് നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ പ്രശ്നങ്ങളില്ല. പ്ലീസ് ചേട്ടൻ കിട്ടില്ല. നൽകുന്നു. ആ സ്വർണ്ണക്കൊന്ത മാതാവിന് സമർപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് നാം കാണുന്നത്. ഇടവക വികാരിയുണ്ട്, അതുപോലെ തന്നെ ഇടവകയിലെ മുഴുവൻ ആളുകളുമുണ്ട്. അത്തരത്തിൽ എല്ലാവരുടെയും പ്രാർത്ഥനയും എല്ലാവരുടെയും സമ്മതത്തോടു കൂടിയാണ് ഇത്തവണ സുരേഷ് ഗോപി സ്വർണ്ണക്കൊന്ത സമർപ്പിക്കുന്നത്. താൻ വിജയത്തിന് നന്ദി പറഞ്ഞുകൊണ്ടാണ്, മാതാവിന് നന്ദി പറഞ്ഞുകൊണ്ടാണ് പാർട്ടി പ്രവർത്തകരുണ്ട്, നേതാക്കളുണ്ട്, ഇടവക വികാരിയുണ്ട്, ഇടവകയിലെ മറ്റെല്ലാവരുമുണ്ട്. എല്ലാവരുടെ സാന്നിധ്യത്തിൽ മാതാവിന് സ്വർണ്ണക്കൊന്ത സമർപ്പിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ദൃശ്യങ്ങളിൽ നിന്ന് കാണാനായി സുരേഷ് ഗോപി സ്വർണ്ണക്കൊന്ത സുഹൃത്തിരിക്കുന്ന മുന്നിൽ പ്രാർത്ഥിക്കുന്നു. പിന്നീട് അദ്ദേഹം മാല ചാർത്തുകയാണ്. അതായത് കഴിഞ്ഞ തവണ കുടുംബത്തോടൊപ്പം എത്തിയാണ് അദ്ദേഹം വഴിപാട് ഇവിടെ സമർപ്പിച്ചത്. ഇത്തവണ പാർട്ടി പ്രവർത്തകരും അതുപോലെ തന്നെ പള്ളിയിലെ മുഴുവൻ ആളുകളും സാന്നിധ്യത്തിലാണ് ഇപ്പോൾ ഈ വഴിപാട് സമർപ്പിക്കുന്നത്. വിജയിച്ച ശേഷം ഇവിടെ എത്തിച്ചേരുമെന്ന് അദ്ദേഹം നേരത്തെ തന്നെ പറഞ്ഞിരുന്നു.